ഹലോ മക്കളെ, നമ്മുടെ CBSE 9-ലെ എക്സാംസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും അടിപൊളിയായിട്ട് എക്സാംസ് ഒക്കെ എഴുതിയിരുന്നോ? നമ്മൾ തന്നെ മാരത്തോൺ ലൈവുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരുപാട് പേര് നല്ലോണം ഹെൽപ്ഫുൾ ആയിരുന്നു, നല്ലോണം യൂസ്ഫുൾ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇതുവരെ നമ്മുടെ ഈ ഒരു ക്ലാസ്സുകളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കൂൾ എക്സാം ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? പക്ഷേ CBSE 9 കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത് കടക്കാൻ പോകുന്ന ഇതിലേക്കാണ്, CBSE 10-ലേക്കാണ് കടക്കാനായിട്ട് പോകുന്നത് അല്ലേ? CBSE 10-ൽ നമുക്ക് ഈ ഒരു സ്കൂൾ എക്സാം അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ട പോലത്തെ ടൈപ്പ് ഓഫ് എക്സാംസ് അല്ല നമുക്ക് ഇനി വരാനായിട്ട് പോകുന്നത്. ബോർഡ് എക്സാം ആണ് അല്ലേ? അപ്പോൾ ഈ ഒരു ബോർഡ് എക്സാമിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നമുക്ക് ആ ബോർഡ് എക്സാമിന് വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ വിചാരിക്കും ആ സമയത്ത് CBSE 10-ലല്ലേ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ പോരെ, ഒരു 2 മാസം മുന്നൊന്ന് പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല മാർക്കിനെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ എന്നൊക്കെ പലരും വിചാരിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ നടക്കില്ല മക്കളെ. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം മുതലേ തന്നെ കറക്റ്റ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏറ്റവും നല്ല മാർക്ക് നമ്മുടെ ആ ഒരു ബോർഡ് എക്സാമിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ നമ്മൾ അവസാനം പോയിട്ട് മരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പരീക്ഷയുടെ തലേദിവസമൊക്കെ ഒന്ന് അങ്ങോട്ട് സെറ്റാക്കി കഴിഞ്ഞാൽ, ഒന്ന് ഓടിച്ച് നോക്കി കഴിഞ്ഞാൽ എല്ലാം നമുക്ക് കിട്ടും എന്നൊക്കെ ഉള്ള ഒരു വിചാരം നമുക്ക് ഉണ്ടാവും അല്ലേ? പക്ഷെ അതുകൊണ്ട് നമുക്ക് ഒരു കാര്യമില്ല. നമുക്ക് നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് മാത്രമേ ഈ ഒരു ബോർഡ് എക്സാമിൽ ഏറ്റവും നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതിന് നമുക്കറിയാം, അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ലെവൽ കൂടിയ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമുക്ക് ഈ ഒരു ബോർഡ് എക്സാമിന് വരുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു എന്തായാലും ഡിഫിക്കൽട്ട് ആയിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ആ ഡിഫിക്കൽട്ടിയുടെ ലെവൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കേണ്ടത് അല്ലേ? അപ്പൊ അതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് മിസ് ഇവിടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എപ്പോഴും തോന്നില്ലേ, നമുക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് വേണം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഇരുന്ന് പഠിക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാം, സ്വന്തമായിട്ട് നമുക്ക് നോട്ട് ഉണ്ടാക്കി പഠിക്കണം. പിന്നെ അതേപോലെ കറക്റ്റ് പോയിന്റ്സ് ഒക്കെ ആയിരിക്കും, നല്ല ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കി പഠിക്കാം. അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി പഠിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ മിസ് ചോദിക്കട്ടെ, ഇതൊക്കെ നിങ്ങൾക്ക് വേറെ ആൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തരികയാണെന്നുണ്ടെങ്കിലോ, അല്ല എല്ലാം ചെയ്തു തരികയാണെന്നുണ്ടെങ്കിലോ, അത് നമുക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലേ? അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പഠന ലൈഫിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾ ആ പഠിക്കുന്ന ആ ഒരു ജേണിയിൽ, അല്ലെങ്കിൽ നമ്മുടെ CBSE 10-ന്റെ ആ ഒരു ജേണിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ത്രൂ ഔട്ട് ഒരു സപ്പോർട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കില്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ളതാണ് നമ്മുടെ എക്സാമിനറിന്റെ CBSE 10ാം ക്ലാസ്സിന്റെ ബാച്ച് ആയിട്ടുള്ള നമ്മുടെ ലക്ഷ്യ ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ ലക്ഷ്യ ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, ലൈവ് ക്ലാസ് ആകുമ്പോൾ നമ്മൾ ടീച്ചേഴ്സിന്റെ അടുത്ത് നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ കേൾക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല എല്ലാ ടോപ്പിക്സും മിസ് ഇവിടെ ഉറപ്പ് തരികയാണ്, നിങ്ങൾക്ക് ഒരു ടോപ്പിക് പോലും ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് മനസ്സിലാകാതെ പോവില്ല. അത് മിസ് തരുന്ന ഒരു വാക്കാണ്. ഓക്കെ, കാരണം അത്രയധികം ക്വാളിറ്റി ഉള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, മിസ് എനിക്കൊന്ന് ക്ലാസ് ഒന്ന് കണ്ടു നോക്കണം എന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അത് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു മോഡൽ മാത്രമാണ്. അതിനേക്കാളും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കാരണം നമ്മൾ ഒരു ടോപ്പിക് പോലും മിസ്സാക്കരുതല്ലോ. അടിപൊളിയായിട്ട് എൻ്റെ കുട്ടികൾക്ക് എക്സാമിന് വരുന്ന എല്ലാ കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിരിക്കും. ഓക്കെ, മാത്രമല്ല വളരെ സിമ്പിൾ ആയിട്ട് നല്ല എക്സ്പെരിമെന്റ്സ് ഒക്കെ കാണിച്ച് വീഡിയോസ് ഒക്കെ കാണിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ നിങ്ങളെ ഫുൾ എന്റർടൈൻ ചെയ്ത് എൻഗേജ് ആക്കി നിർത്തുന്ന തരത്തിലുള്ള ക്ലാസ്സുകളായിരിക്കും. അപ്പൊ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഒരു ദിവസം ലൈവ് ക്ലാസ് മിസ്സായി പോയി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മിസ്സായി പോയ ക്ലാസ് ഒറ്റയ്ക്ക് പോകാൻ പാടുമോ? ഇല്ല, നമുക്കത് കിട്ടണം അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ. നിങ്ങൾക്ക് ക്ലാസ് കേൾക്കാൻ ഇഷ്ടം റെക്കോർഡർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ആ രീതിക്ക് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് സ്പീഡ് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഇപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ച ടോപ്പിക് ആണെങ്കിൽ ജസ്റ്റ് നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. അതൊക്കെ നമുക്ക് അവിടെ ചെയ്യാനായിട്ട് സാധിക്കും റെക്കോർഡ് ക്ലാസ്സിൽ. ഇനി അതൊന്നും കൂടാതെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് എന്താണ്, നോട്ടാണ് അല്ലേ? അപ്പൊ നോട്ട് നിങ്ങൾക്ക് നമ്മൾ തന്നെ അയച്ചു തരികയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമില്ലേ? അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് PDF ആയിട്ടുള്ള ക്ലാസ് നോട്ടുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴേക്കും ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാംസ് ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. പിന്നെ അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് വർക്ക് ഷീറ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. വർക്ക് ഷീറ്റിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതെല്ലാം അടങ്ങുന്ന ഈ നമ്മുടെ ഈ ഒരു ഫുൾ പാക്കേജ് എന്ന് നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഒരു മൊത്തത്തിലുള്ള ഫീസ് എന്ന് പറയുന്നത് ഇവിടെ ബസ് സൈഡിൽ കൊടുക്കുന്നുണ്ട്. ഇത്രയുള്ള ഒരു വർഷത്തേക്കുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീസാണ്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട്
സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ CBSE 9 ഇതുവരെ കണ്ടതുപോലെ ആവരുത്. ഇനി അങ്ങോട്ട് നമ്മുടെ CBSE 10 ആ മാർക്കിന് നല്ല വാല്യൂ ഉണ്ട്. ഓക്കെ, ആ മാർക്കിനും അതിന്റെ സർട്ടിഫിക്കറ്റിനും നല്ലോണം വാല്യൂ ഉണ്ട്. നമ്മൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി ഏതൊക്കെ കോഴ്സിന് നമ്മൾ കയറി കഴിഞ്ഞാലും അതേപോലെ തന്നെ ഏതൊക്കെ ജോലിക്ക് കയറി കഴിഞ്ഞാലും എല്ലാത്തിനും വളരെയധികം വാല്യൂ ഉള്ളതാണ് നമ്മുടെ ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സർട്ടിഫിക്കറ്റ് മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. നല്ല മാർക്കോട് കൂടെ പാസ്സാകണം എന്നുള്ളതാണ് നമുക്ക് ആവശ്യം. മാത്രമല്ല അത് കഴിഞ്ഞിട്ടുള്ള അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അത് ബാധിക്കും. ഈ ഒരു മാർക്കിനെ ബാധിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ടായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അപ്പൊ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ഫുൾ എക്സാമിനർ ടീം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു കാര്യം കൊണ്ട് തന്നെ കുട്ടികളെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ആദ്യം മുതലേ തന്നെ അവസാനം പോയിട്ട് എല്ലാം കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. ആദ്യം മുതൽ ഫ്രം ദ ബേസ്, നിങ്ങൾ ഇതുവരെ ഒന്നും പഠിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ പോലും ഒരു പ്രശ്നമില്ല. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഫ്രം ദ ബേസ് നമ്മുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ എടുത്തു തരുന്നതായിരിക്കും. അത് കൂടാതെ നമുക്ക് ഓരോ ടോപ്പിക്കും നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നല്ല ഇൻട്രസ്റ്റോട് കൂടി നല്ല ഈസി ആയിട്ടുള്ള കോഡുകൾ പറഞ്ഞുതരും, ട്രിക്കുകൾ പറഞ്ഞുതരും. അപ്പൊ അങ്ങനെയുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ടായിരിക്കാം. അപ്പൊ ആരും മിസ്സാക്കരുത്. അപ്പൊ നമ്മുടെ ഈ ഒരു എക്സാമിനർ ഫാമിലിയുടെ ഭാഗമാവാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.